ഓൾ, എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്സിനെ കുറിച്ചിട്ടാണ് അല്ലെ. നമ്മുടെ സ്ഥിരമായിട്ട് എക്സാമിന് കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ഓക്സിൻ അല്ലെ. എല്ലാ എക്സാംസിനും എന്തുണ്ട്, ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഓക്സിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിനെ പറ്റിയാണ്. എല്ലാ എക്സാംസിനും ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓക്സിനെ നിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. സോ നമുക്കറിയാം അല്ലെ, ഓക്സിൻ എന്ന് പറയുന്നത് പ്ലാന്റ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ സെൽ എലോങ്ങേഷനെ അല്ലെ, നമ്മുടെ എന്താണ് സ്റ്റെമ്മിന്റെ ഇലോങ്ങേഷനും അല്ലെങ്കിൽ സെല്ലിന്റെ ഡിവിഷനും ഒക്കെ സഹായിക്കുന്ന ഒരു ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺ ആണ് ഓക്സിൻ എന്ന് പറയുന്നത്. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓക്സിൻ കണ്ടെത്തിയത് ആര് എന്നുള്ളത് അല്ലെ. ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ കണ്ടെത്തിയത് 1928 FW വെന്റ് ആണ്. ഓക്സിൻ കണ്ടെത്തിയത് FW വെന്റ് 1928 അപ്പൊ അദ്ദേഹം എന്തിലാണ് കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിപ്പ് ഓഫ് ഓട്ട് കൊളിയോപ്റ്റൈൽ അല്ലെ. ടിപ്പ് ഓഫ് ഓട്ട് കൊളിയോപ്റ്റൈലിലാണ് അദ്ദേഹം ഓക്സിനെ കണ്ടെത്തിയത്. FW വെന്റ് 1928, ഇയർ മറന്നു പോവരുത്. ഇനി നമുക്ക് ഈ ഓക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. സിന്തറ്റിക് ഓക്സിനും ഉണ്ട്, നാച്ചുറൽ ഓക്സിനും ഉണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എപ്പോഴും എടുത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഓക്സിന്റെ എക്സാമ്പിൾ റിലേറ്റഡ് അല്ലെ. കുറച്ച് ഓക്സിൻസ് വന്നിട്ട് നാച്ചുറൽ ഓക്സിൻ ഏതാണ് അല്ലെങ്കിൽ സിന്തറ്റിക് ഓക്സിൻ ഏതാണെന്ന് സ്ഥിരമായി ചോദിച്ചു വരുന്നതാണ്. സോ എക്സാമ്പിൾസ് എന്താണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഓക്സിൻ എന്ന് പറയുന്നത് ഇൻറ്റോൾ 3 അസറ്റിക് ആസിഡ് IAA അല്ലെ. അതൊരു നാച്ചുറൽ ഓക്സിൻ ആണ്. അത് പ്ലാന്റ്സിൽ മാത്രമല്ല, എവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഫംഗസിലും കാണപ്പെടുന്ന ഒരു നാച്ചുറൽ ഓക്സിൻ ആണ്. ഇനി IAA മാത്രമല്ല, അല്ലെങ്കിൽ ഇൻറ്റോൾ 3 അസറ്റിക് ആസിഡ് മാത്രമല്ല, നമ്മുടെ ഇൻറ്റോൾ 3 അസറ്റൈൽ ആൽഡിഹൈഡ്, ഇൻറ്റോൾ 3 സ്പൈറിക് ആസിഡ്, ഇൻറ്റോൾ എത്തനോള്, 4 ക്ലോറോ ഇറ്റോൾ എരിക് ആസിഡ്, ഇതൊക്കെ എന്താണ്, വേരിയസ് ആയിട്ടുള്ള ഓക്സിനുകളാണ്, വേരിയസ് ആയിട്ടുള്ള നാച്ചുറൽ ഓക്സിനുകളാണ്. ആ ഒരു ടേം മറന്നു പോകരുത്. ഇനി ഇത് മാത്രമല്ല, നാച്ചുറൽ ഓക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. ആദ്യമായിട്ട് നാച്ചുറൽ ഓക്സിൻ കണ്ടെത്തിയത് എവിടെയാണ്, ഹ്യൂമൻ യൂറിനിലാണ് അല്ലെ. ഫസ്റ്റ് നാച്ചുറലി ഒക്കറിംഗ് ഓക്സിൻ വാസ് ഐസൊലേറ്റഡ് ബൈ അല്ലെ കോഗിൾ ആൻഡ് ഹാഗി എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുകൾ ചേർന്നിട്ട് ഹ്യൂമൻ യൂറിനിലാണ് എന്ത് ചെയ്തത്, ആദ്യമായിട്ട് ഓക്സിനെ കണ്ടെത്തിയത്, നാച്ചുറൽ ഓക്സിൻ കണ്ടെത്തിയത്. അപ്പൊ നാച്ചുറൽ ഓക്സിനും അതിന്റെ എക്സാമ്പിൾസും മനസ്സിലായല്ലോ അല്ലെ. ഇതേപോലെ തന്നെ ചോദിക്കുന്നതാണ് സിന്തറ്റിക് ഓക്സിൻ. നാച്ചുറലി പ്ലാന്റ്സിൽ കാണാത്ത, നമ്മൾ ആർട്ടിഫിഷ്യലി എന്ത് ചെയ്യുന്നു, മേക്ക് ചെയ്ത് എടുക്കുന്ന ഓക്സിൻസ് ആണ് സിന്തറ്റിക് ഓക്സിൻസ്. ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ട് സെയിം നാച്ചുറൽ ഓക്സിൻസിന്റെ എഫക്റ്റിനെ മിമിക് ചെയ്യുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, സിന്തറ്റിക് ഓക്സിൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് 2,4-D 2,4-dichlorophenoxyacetic acid, naphthalene acetic acid and 2,4,5-trichlorophenoxyacetic acid. ഇവയെല്ലാം എന്താണ്, നമ്മുടെ സിന്തറ്റിക് ഓക്സിൻസ് ആണ് അല്ലെ. നാച്ചുറൽ ഓക്സിൻസിനെ മിമിക് ചെയ്യുന്ന, ആർട്ടിഫിഷ്യലി നമ്മൾ മേഡ് ചെയ്തെടുക്കുന്ന ഓക്സിൻസ് ആണ് ഇവയെല്ലാം. പിന്നെ നമുക്ക് എന്താണ് പറയാനുള്ളത്, 2 ടെസ്റ്റുകൾ ഉണ്ടല്ലേ ഓക്സിനുമായി റിലേറ്റ് ചെയ്തിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ് 2 ടെസ്റ്റുകൾ. അതായത് ബയോ അസേ മീൻസ് ദ ടെസ്റ്റിംഗ് ഓഫ് സബ്സ്റ്റൻസ് ഫോർ ഇറ്റ്സ് ആക്ടിവിറ്റി അല്ലെ. ആ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ ആക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് ടെസ്റ്റ് ചെയ്യുന്ന 2 ടെസ്റ്റുകളുണ്ട്. എന്തിന്, ഓക്സിൻസിന്. ആ ടെസ്റ്റുകളിൽ ആദ്യത്തേതാണ് എവേന കർവേച്ചർ ടെസ്റ്റ് അല്ലെ. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഇത് കാണാനായിട്ട് സാധിക്കും. എവേന കർവേച്ചർ ടെസ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നുള്ളത് സ്ഥിരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അവീന കർവേച്ചർ ടെസ്റ്റ് എന്ന് പറയുന്നത് FW വെന്റ് നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ് അല്ലെ. എവിടെ, നമ്മുടെ ഓട്സിൽ അല്ലെങ്കിൽ അവേന സെറ്റൈവ പ്ലാന്റിന്റെ കൊളിയോപ്റ്റൈലിൽ നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഓക്സിന്റെ ആ ഒരു പ്രസൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ അവേന കർവേച്ചർ ടെസ്റ്റ് ഈസ് റിലേറ്റഡ് ടു ഓക്സിൻ ആണ്. അത് മാത്രമല്ല, റൂട്ട് ഗ്രോത്ത് ഇൻഹിബിഷൻ ടെസ്റ്റ്, ഓക്സിന്റെ ആക്ടിവിറ്റി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു ടെസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് റൂട്ട് ഗ്രോത്ത് ഇൻഹിബിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഓക്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് FW വെന്റിനെ കുറിച്ച്. 1928 അദ്ദേഹമാണ്
പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ ആയിട്ടുള്ള ഓക്സിൻ കണ്ടെത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല ഓട്സിന്റെ കൊളിയോപ്റ്റൈലിലാണ് ഇത് ഫസ്റ്റ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തത് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. പിന്നെ നാച്ചുറൽ ഓക്സിൻസിന്റെ നെയിംസ് നമ്മൾ ഓർത്തിരിക്കണം, സിന്തറ്റിക് ഓക്സിൻസിന്റെ നെയിമും ഓർത്തിരിക്കണം. അതിനുശേഷം 2 ബയോഅസേ ടെസ്റ്റ് ആണ്, അവീന കർവേച്ചർ ടെസ്റ്റും അതുപോലെ തന്നെ റൂട്ട് ഗ്രോത്ത് ഇൻഹിബിറ്റർ ടെസ്റ്റുമാണ് ഓക്സിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ബയോഅസേ ടെസ്റ്റുകൾ. ഇനി ഏറ്റവും കൂടുതൽ അല്ലെ എക്സാമ്പിൾസ് കഴിഞ്ഞാൽ പിന്നെ ഓക്സിനെ പറ്റി ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഏതെന്ന് പറയുന്നത് ഓക്സിന്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. എന്താണ് ഓക്സിന്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്നുള്ളത് സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പോൾ മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ സെൽ എലോങ്ങേഷൻസ് അല്ലെ, റൂട്ടിലെയും സ്റ്റെമ്മിലെയും സെല്ലുകളുടെ ഇലോങ്ങേഷന് ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഓക്സിൻസ് സഹായിക്കുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഹോർമോൺ ആണ് ഓക്സിൻ അല്ലെ. എപ്പിക്കൽ ഡോമിനൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇതെന്ന് പറയുന്നത് ഓക്സിൻ എന്ന് പറയുന്നത്. ഏതാണ് എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാറ്ററൽ ബഡുകളുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യണം അല്ലെ, ഇൻഹിബിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് എപ്പിക്കൽ ഡോമിനൻസ്. അപ്പൊ എപ്പിക്കൽ ഡോമിനൻസ് എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻ ആയിട്ട് ഓക്സിൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. റൂട്ടിന്റെ ഇനിഷ്യേഷൻ, ഫ്രൂട്ടിന്റെ ഡെവലപ്മെന്റ്, വാസ്കുലർ ടിഷ്യൂസിന്റെ ഡിഫറൻസിയേഷൻ, ഇതൊക്കെ ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്? ഓക്സിൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർത്തനോകാർപ്പി ആര് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓക്സിൻ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട്സ് ഉണ്ടാവുകയാണ്, അതായത് സീഡ്ലെസ് ഫ്രൂട്ട്സ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ നാച്ചുറൽ ഓക്സിൻ ആയിട്ടുള്ള ഇൻഡോൾ അസറ്റിക് ആസിഡ് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓക്സിനുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് എക്സാംസിന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് സമപ്പ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഓക്സിൻ എന്ന് പറയുന്നത് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ്. ഇത് കണ്ടെത്തിയത് FW വെന്റ് 1928 ഓട്സിന്റെ കൊളിയോപ്റ്റൈലിലാണ്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? നാച്ചുറൽ ഓക്സിൻസ് ഉണ്ട് അല്ലേ, നാച്ചുറൽ ഓക്സിൻസും ഉണ്ട്, അതുമല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്യുന്ന സിന്തറ്റിക് ഓക്സിൻസും ഉണ്ട്. അവയുടെ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കണം. പിന്നെ 2 ബയോഅസേ ടെസ്റ്റുകളുണ്ട്, അവീന കർവേച്ചർ ടെസ്റ്റും അതുകൂടാതെ റൂട്ട് ഗ്രോത്ത് ഇൻഹിബിഷൻ ടെസ്റ്റും. പിന്നെ മെയിൻ ആയിട്ട് പാർത്തനോകാർപ്പി അഥവാ എന്താണ് എപ്പിക്കൽ ഡോമിനൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അതും ഓക്സിൻ ആണ്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.